മാനേജർ, മറ്റു സാമൂഹ്യ സാംസ്കാരിക തലങ്ങളിൽ ഉന്നത പദവികളിൽ അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളെ, അതിനുപരി നമ്മുടെ പേരൻസ്, കുഞ്ഞുമക്കൾ, ഗ്രാൻഡ് പേരൻസ്, ഇക്കാലങ്ങളിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന മുത്തശ്ശി മുത്തശ്ശന്മാരെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന ഈ വിദ്യാലയത്തിൽ അവരെ ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവണത ഏറ്റവും അഭിനന്ദനീയമാണ്. ഈ ഇരിക്കുന്ന ഒരു പേരൻസും മുത്തശ്ശനെയും മുത്തശ്ശിയും അത്തരത്തിൽ കൊണ്ട് നടയിരുത്തില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. ഈ കുഞ്ഞുങ്ങളെ പേരൻസ് എത്തരത്തിൽ മാറോട് ചേർത്ത് കൊണ്ട് നടക്കുന്നുവോ അതിലുപരിയാണ് നമ്മുടെ മുത്തശ്ശിമാർ അവരുടെ മക്കളെയും വളർത്തിയതെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു ഉൾപ്രദേശം, നമ്മുടെ കേളങ്കാവിനോടൊക്കെ ചേർന്ന ഒരു പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. പേര് സുദർശന ശശി. അവിടുന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും അന്നത്തെ പേരൻസ് കൃഷി ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ യോഗ ക്ലാസ്, ഗീത ക്ലാസ്സുകൾ, ഡാൻസ്, സംഗീതം ഇവയിലൊക്കെ പ്രാവീണ്യം നേടുന്നതിന് കൊണ്ടെത്തിച്ചു. 8 മക്കളുള്ള ഒരച്ഛൻ്റെയും അമ്മയുടെയും മോളാണെങ്കിൽ 8ാമത്തെ മകളെന്നുള്ള ഒരു പ്രാധാന്യം കിട്ടുകയും ഈ ഉൾപ്രദേശത്ത് നിന്ന് അന്ന് ടോർച്ചൊന്നുമില്ല, മണ്ണെണ്ണകളൊക്കെ ഉപയോഗിച്ച് ബ്രദറിനെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ടൗണിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്തതാണ് എൻ്റെ ഇന്നിവിടെ നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രാണി. അപ്പോൾ ഈ മക്കളൊക്കെ ഹസ്ബൻഡ് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് പല സ്ഥലങ്ങളും കാണാനുള്ള ഒരു കൗതുകവും അറിയാനുള്ള ഒരു ആഗ്രഹവും ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയാണ് അയ്യോ ഒരു ആർമിക്കാരനെ കിട്ടണേ ഭഗവാനെ, അപ്പോൾ നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യാം, ഓരോരോ പോസ്റ്റിങ്ങുകൾ പോകുമ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു, ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഈ അറിവുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി സത്യത്തിൽ എൻ്റെ നല്ലതിനും എൻ്റെ കുഞ്ഞിൻ്റെ നല്ലതിനും ഒരു നല്ല ആർമിക്കാരനെ കിട്ടുകയും പൂന, ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും അവിടുള്ള കൃഷി രീതികൾ, അവിടുള്ള ജീവിത രീതികൾ, അവിടുള്ള ജനങ്ങൾ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ സന്ദർശിച്ചെങ്കിലും നമ്മുടെ കേരളം തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. അത് നമ്മൾ അടിവരയിട്ട് പറയണം. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന പ്രാദേശികമായുള്ള അറിവുകൾ കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പേരൻസ് അവരിൽ കാണുന്ന ഒരു ഉത്കണ്ഠ, അത് നമ്മൾ കൂടി ഈ മൊബൈൽ യുഗത്തിൽ അതിനോട് അഡിക്റ്റ് ആവാതിരുന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് എന്താക്കണം, ഒരു സ്വപ്നമാണ് നമ്മളെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ പ്രതിബദ്ധതയും നമ്മുടെ അമ്മമാരെടുക്കണം. അച്ഛന്മാർ നമ്മളെ പോറ്റുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാരെ കുഞ്ഞുങ്ങൾ ബാഗ് കൊണ്ടുവെക്കുമ്പോൾ ആ ബാഗിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ഹോംവർക്ക്, അവരെ എത്തരത്തിലാണ് നാളത്തേക്ക് സ്കൂളിലാക്കേണ്ടത്. ആദ്യത്തെ വിദ്യാലയം നമ്മുടെ വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഇക്കാലത്ത് ഒരുപാട് പൈശാചികമായ, നേരത്തെ മുത്തശ്ശനിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി, ദാഹജലത്തിന് വേണ്ടി ബോർഡ് കണ്ടപ്പോൾ ഉത്കണ്ഠയോടുകൂടി നമ്മൾ അതിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുഗമമായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് അവരെ ഇതൊന്നും അല്ല ലോകം, നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും കുടുംബമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ പേരൻസ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരുപാട് തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതായത് എക്സ് മഹാവിങ്ങിൻ്റെ ജില്ലയുടെ സെക്രട്ടറി, SNDP യൂണിയൻ്റെ ചെയർപേഴ്സൺ, അതിലൊക്കെ ഉപരി ഒരു മോളാണ്. ആ മോളെ ഡോക്ടറാക്കുന്നതിന് വേണ്ടി ഒരുപാട് തലങ്ങളിലേക്ക് ചിന്തിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പൂന മുതൽ ബട്ടിണ്ട, ജലന്ധർ, അങ്ങനെ പല സ്ഥലത്ത് പഠിച്ച് അവസാനം ശബരിഗിരി, അത് കാരണം IAS തൃശ്ശൂർ, പിന്നെ മെഡിസിന് പല ബ്രില്യൻ്റ് കോച്ചിങ്, അത് കഴിഞ്ഞ് മെഡിസിൻ, ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് എൻ്റെ മുന്നിലുണ്ട്. അതിൻ്റെ കുഞ്ഞാണ് നയോമി. അപ്പോൾ ഒരു മുത്തശ്ശി എന്നുള്ള നിലയ്ക്ക് എനിക്ക്
വളരെ ആർജവത്തോടു കൂടി പറയാൻ പറ്റും. നമ്മുടെ കുട്ടികൾ എന്താവണമെന്ന് മനസ്സിൽ കൂടി കരുതി അതിന് പ്രയത്നിച്ചാൽ അതിലെത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വളരെ പ്രൗഢിയോടുകൂടി വളരെ ഭംഗിയോടുകൂടി ഈ നിങ്ങളെയൊക്കെ മുന്നിൽ നിൽക്കാനുള്ള ഒരു ബലം എനിക്കുണ്ടായത്. ഇനി കൂടുതൽ സംസാരിച്ച് ഞാൻ മുഷിപ്പിക്കുന്നില്ല. ചെറിയൊരു പാട്ടുകൂടി ആലപിച്ചുകൊണ്ട് നിർത്താം. ഒരു പഴയ സിനിമാ പാട്ടാണ്. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്ങൽ ആയിരം പോനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ അരളികൾ പൂക്കുന്ന കരയിലെപ്പോൾ നിന്ന് മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അരളികൾ പൂക്കുന്ന കരയിലെപ്പോൾ നിന്ന് മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി. അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി. ഇളങ്കാറ്റിലിളകുന്ന വല്ലിപ്പോലെ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ കേളിനീരാട്ടിന്നു കളിച്ചിറങ്ങി. അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി. കേളിനീരാട്ടിന്നു കളിച്ചിറങ്ങി. അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി. അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലേ. അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലേ. അരുവിയിൽ ചെമ്പൊന്നിൽ കുളി കഴിഞ്ഞു. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. താങ്ക് യു.